ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വലിയ ആവേശത്തിലൊക്കെ ഇരുന്നിട്ട് ഇപ്പം പഠനത്തിൽ വളരെ പുറകോട്ടാണോ? ഉറപ്പായിട്ടും നിങ്ങൾ പുറകോട്ടാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് PSCയുടെ കോച്ചിങ് ചെയ്യുന്ന പല ചാനലുകളുടെയും വീഡിയോ, അതായത് നമ്മളുടെ ഉൾപ്പെടെ പല ചാനലുകളുടെയും വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. ആദ്യമൊക്കെ ഇട്ട വീഡിയോസിന് 4K 5K വ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 200 300 എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പഠിക്കാനുള്ള ആവേശം തുടക്കത്തിൽ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പുറകോട്ടാണ്. ഓരോ ദിവസവും വാശിയോടെ മുൻപോട്ട് എന്നുള്ള രീതിയിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനത്തെ PSC എക്സാമുകളിൽ ആദ്യത്തെ റാങ്കുകളിൽ എത്താൻ കഴിയുള്ളൂ. ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾ ഉഴപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ലിസ്റ്റിൽ പോലും കയറാൻ പറ്റുകയില്ല. വാശിയോടെ തന്നെ ദിവസവും ഞാൻ ഇത്ര മണിക്കൂർ പഠിക്കും എന്നൊരു വാശി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് കിട്ടുകയുള്ളൂ. ഇനിയും പഠിക്കുക എന്നൊരു ആവേശമാണ് മനസ്സിലേക്ക് വരേണ്ടത്. പഠിക്കാനുള്ള ആവേശം മനസ്സിൽ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ മടി മാറി നിൽക്കും. എപ്പോഴും പഠിക്കണം. സമയമില്ലെങ്കിൽ പോലും സമയം കണ്ടെത്തി കുറച്ച് നേരമെങ്കിലും ഇന്ന് പഠിച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്നൊരു ആവേശം മനഃപൂർവ്വം മനസ്സിലേക്ക് വരുത്തണം. നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ ആവേശമില്ലാതെ ഇപ്പോൾ മടി പിടിച്ചിരിക്കുന്നത്. നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ ചുരുങ്ങുകയാണ്. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, എനിക്ക് പഠിക്കാൻ സമയമില്ല, മറ്റുള്ളവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും, അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല, പഠിക്കാൻ ഇനി അധികം സമയമില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നത് പഠിക്കാൻ ഒരുപാട് സമയമുണ്ട് അപ്പോൾ പഠിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് ചുരുങ്ങുന്ന അല്ലെങ്കിൽ നിങ്ങളെ മടി പിടിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് സ്വയം തിരിച്ചറിയുക. അങ്ങനെ ഉണ്ടാകുന്ന സ്വയം തിരിച്ചറിവാണ് നിങ്ങളുടെ ആദ്യത്തെ മോട്ടിവേഷൻ. ഒരാൾക്കും നിങ്ങൾക്കധികം മോട്ടിവേഷൻ നൽകാൻ കഴിയില്ല. BGM ഒക്കെ ഇട്ട് നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാം, പക്ഷേ അതൊന്നും നിങ്ങളെ മാറ്റില്ല. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ സ്വയം തിരിച്ചറിവുകളാണ്. നിങ്ങൾക്ക് എത്ര നേരം പഠിക്കാൻ കഴിയും, നിങ്ങൾ പഠിക്കാൻ മിടുക്കരാണ്, ഇത്രയും വർഷം ഞാൻ ഡിഗ്രിയും അല്ലെങ്കിൽ 10th പ്ലസ് 2 ഒക്കെ നന്നായിട്ട് പഠിച്ച വ്യക്തിയാണ്, സോ എനിക്ക് ഇതും ഈസിയായിട്ട് പഠിക്കാൻ കഴിയും, ഞാനിപ്പോൾ മടി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങളെ മാറ്റിയെടുക്കാൻ പോകുന്നത്. മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അത്രയും സമയം കൂടി നന്നായിട്ട് പഠിക്കുക. അതായത് ഫുൾ ടൈം ഉറക്കം കളഞ്ഞ് പഠിക്കണം എന്നല്ല. അതായത് പലപ്പോഴും മടി പിടിച്ച് പകലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്തും കൂടി ഞാൻ പഠിക്കും എന്നൊരു വാശിയാണ് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ PSC പോലുള്ള എക്സാമുകളിൽ നന്നായിട്ട് ജയിക്കാൻ കഴിയുള്ളൂ. ചുമ്മാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുന്നതിലും നല്ലത് പ്ലാൻ ചെയ്യുക. ഒരു ദിവസം, അതായത് ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് ഏതൊക്കെ സമയം പഠിക്കണം എന്ന് പ്ലാൻ തയ്യാറാക്കുക. ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണം, ആ സബ്ജക്റ്റിലെ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഏതൊക്കെ പാഠഭാഗം പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി മറ്റുള്ളവർ പഠിച്ച് ജയിക്കും അല്ലെങ്കിൽ അവർക്ക് ആദ്യം ജോബ് കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ വീഡിയോസിൻ്റെ വ്യൂസിനെ കുറിച്ചിട്ട്. അതേപോലെ ഉള്ളൂ. ഒരു 100 പേര് നന്നായിട്ട് എക്സാമിന് തയ്യാറെടുത്ത് തുടങ്ങി. അതായത് നോട്ടിഫിക്കേഷൻ വന്നു, 100 പേരും കോച്ചിങ് ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഈ 100 പേരിൽ നിന്നും 50 പേര് മാത്രമായിട്ട് ചുരുങ്ങും. ഈ 50 പേര് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. ഒരു മാസം കഴിയുമ്പം ഈ 50 പേരിൽ നിന്ന് 20 പേര് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങും. ബാക്കി എല്ലാവരും പുറകേക്ക് പോകും. ഇനി ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഈ 20 പേരിൽ നിന്ന് 5 പേരായിരിക്കും ഈ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ബാക്കി ആളുകളെല്ലാം തന്നെ അവരുടെ കാര്യങ്ങൾക്ക് പോകും, മടി പിടിക്കും, പല എക്സ്ക്യൂസസ് പറയും, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ ഒരു 5 പേരായിരിക്കും അവസാനം നന്നായിട്ട് പഠിക്കുന്നത്. നിങ്ങൾ ഒട്ടും മടി പിടിക്കാതെ വാശിയോടെ പഠിക്കുകയാണെങ്കിൽ ഈ 5 പേരിൽ നിങ്ങൾക്ക് ഒന്നാമതെത്താൻ കഴിയും. അങ്ങനെയാണ് സാധാരണ എല്ലാ കോമ്പറ്റീഷനുള്ള എക്സാമുകളിലും കാണുന്നൊരു രീതി. സോ മറ്റുള്ളവർ പഠിക്കുന്നുണ്ട് അവർക്ക് കിട്ടും എന്നുള്ള ഒരു ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കാണ് ഉറപ്പായിട്ട് ആ ജോലി കിട്ടുക. നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരിക്കലും വേസ്റ്റ് ആവത്തില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടുകൂടി നന്നായിട്ട് പഠിക്കുക. FSOയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, തിയറി ബുക്കാണ്. അപ്പോൾ ആ ബുക്കിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. FSOയെ കുറിച്ചിട്ടുള്ള എന്ത് ഡൗട്ട്സും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.